ഇപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനകത്തുള്ള ലോക്കും പണ്ടുള്ള ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് അറിയില്ലല്ലോ, സാധാരണക്കാർക്ക് ഇത് അറിയില്ല. അപ്പോൾ സാധാരണക്കാർക്ക് ഒരാൾ ശത്രുവായിട്ട് ഇപ്പോൾ നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ശത്രുബാധ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ശത്രുബാധ ഉണ്ടെന്ന് പറയുന്നവരെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും എനിക്ക് ശത്രുബാധ ഉണ്ട്. ഇതെന്താ വെച്ചാൽ ഇവർക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കേട്ടിട്ടുണ്ടാകും. അയലത്തെ വീട്ടിലെ ആളാണ്, ഇതിലൂടെ പാൽക്കാരൻ പാൽ കൊണ്ട് തരുന്ന ആൾ കുട്ടിക്ക് കൈവശം കൊടുത്തു, അയാളതൊന്നും അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മൾ ചില ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യും. ഈ ശത്രുദോഷം എന്ന് പറയുന്നത് ഞാൻ മുമ്പും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മുടെ ദോഷത്തിന്റെ കാരണം ഇയാളാണെന്ന് ചിത്രീകരിച്ച് അത് ചില ആൾക്കാർ പറയുകയും ചെയ്യും. ചില ജ്യോതിഷന്മാരോ അല്ലെങ്കിൽ ചില അങ്ങനത്തെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരോ പറയുകയാണ്. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർക്ക് ഇത് കേൾക്കണം. മനസ്സിലായോ? തൊട്ടടുത്തുള്ള ഒരാളാണ് ഇത് ചെയ്തത് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ്. ഈ വ്യക്തിയാണോ ഇത് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ദ്രവ്യങ്ങളുടെ ഹീനത, പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾ അനുസരിച്ചുള്ള ദ്രവ്യങ്ങളെ എടുക്കാൻ പഠിക്കണം. ഇതെല്ലാം അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല. എല്ലാവർക്കും കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതികൾ പണ്ടേ ഋഷീശ്വരന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് എല്ലാവരും എടുത്ത് ഉപയോഗിക്കുമല്ലോ.